തിരുമേനി, മുന്നനായ കോറപ്പിസ്കോപ്പമാരെയും അമ്പാശന്മാരെയും, വൈദിക സുഹൃത്തുക്കളെ, അനുഗ്രഹീതരായ പിതാക്കന്മാരുടെ പെരുന്നാളിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിപ്പാനായി കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതേറ്റവും അനുഗ്രഹത്തിൻ്റെയും ധന്യതയുടെയും മുഹൂർത്തമാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പൈതൃകമായ വിശ്വാസം കാത്ത് പരിപാലിക്കുക എന്നുപയോഗിക്കുമ്പോൾ ത്യാഗോജ്ജലമായി കാത്തു പരിപാലിച്ച അനുഗ്രഹീതരായ പിതാക്കന്മാരുടെ ഓർമ്മയിലേക്കാണ് നാം കടന്നു വരുന്നത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രതിസന്ധി മുഹൂർത്തങ്ങളിൽ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് വിളിക്കപ്പെടുകയും പ്രതിസന്ധികളുടെയും ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും നടുവിൽ ഈ സഭയ്ക്ക് അനുഗ്രഹീതമായ നേതൃത്വം നൽകാൻ ദൈവത്താൽ നിയോഗിക്കപ്പെടുകയും ചെയ്ത അനുഗ്രഹീതരായ പിതാക്കന്മാരുടെ ഓർമ്മയിലേക്കാണ് നാം കടന്നു വരുന്നത്. ഇത്തരം ഓർമ്മ പെരുന്നാളുകളിൽ നാം പങ്കുചേരുമ്പോൾ ആളുകളുടെ എണ്ണം വർദ്ധിക്കുക എന്നതിനേക്കാൾ ഉപരിയായി ഈ പിതാക്കന്മാരുടെ ജീവിതം നമ്മെ സ്വാധീനിക്കുകയും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് വഴികാട്ടികളായി തീരുകയും ചെയ്യണമെന്നാണ് വിശുദ്ധ പിതാക്കന്മാരുടെയും പരിശുദ്ധ സഭയുടെയും ദർശനം. പ്രത്യേകിച്ച് ഇന്ന് ഈ വലിയ തീർത്ഥാടന സമൂഹത്തിന്റെ പ്രത്യേക ശ്രദ്ധാവിഷയമായി മാറുന്നത് കാതോലിക്കൻ രത്നദീപമായി പ്രഖ്യാപിക്കപ്പെടുന്ന പുണ്യശ്ലോകനായ പുത്തങ്കാവൽ കൊച്ചുതിരുമേനിയുടെ ദീപ്തമായ ഓർമ്മകളാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഏത് ചരിത്ര പുസ്തകങ്ങൾ പരിശോധിച്ചാലും അതിൽ എവിടെയെങ്കിലും പരാമർശവിധേയമാകുന്ന അനുഗ്രഹീതമായ ഒരു പ്രദേശമാണ് പുത്തങ്കാവ്. സെന്റ് മേരീസ് ദേവാലയം എന്നുള്ളത് ഈ സഭയുടെ ഒരു ചരിത്രകാരന്മാരുടെയും കണ്ണിൽപ്പെടാതെ പോകുന്ന പദമല്ല. ചരിത്രമെഴുതുന്ന എല്ലാവരുടെയും കണ്ണിൽ പെട്ടേ തീരുന്ന ഒരു സ്ഥലമായി ഈ അനുഗ്രഹീതമായ പ്രദേശം മാറ്റപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ചരിത്രം മുന്നോട്ട് പുരോഗമിക്കുമ്പോൾ ഒരുപക്ഷെ ചരിത്രത്തോടുള്ള താല്പര്യമില്ലായ്മ നമ്മുടെ ഇടയിൽ വർദ്ധിക്കുന്നു എന്നത് നഗ്നവും പരമാർത്ഥവുമായ സത്യമാണ്. അങ്ങനെ ചരിത്രമേറെ പുരോഗമിക്കുകയും ഒരു ഉത്തരാധുനിക സംസ്കാരത്തിൽ ഞാനും നിങ്ങളും എത്തുകയും ചെയ്യുമ്പോൾ ഇന്ന് നാം കണ്ടെത്തുന്നത് പുത്തങ്കാവിനെ പറ്റി എന്തൊക്കെയോ ചിലത് ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കുവാനല്ലാതെ എന്താണ് പുത്തങ്കാവിനെ പറ്റി ചരിത്രത്തിൽ പറഞ്ഞത് എന്നതും എന്താണ് പുത്തങ്കാവിന്റെ കഴിഞ്ഞ പാരമ്പര്യത്തിലെ പിതാക്കന്മാർ നെഞ്ചിലേറ്റുമെന്നും എന്താണ് ഈ അനുഗ്രഹീത മണ്ണിന്റെ യഥാർത്ഥ പാരമ്പര്യവും പൈതൃകവും തിരിച്ചറിയുവാനുള്ള ഓർമ്മപ്പെടുത്തലിന്റെ നിമിഷങ്ങളായി ഈ തീർത്ഥാടന സംഗമം മാറ്റപ്പെടണം. അതുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ എന്തൊക്കെയോ ആയിരുന്നു എന്നതിനേക്കാൾ ഉപരിയായി എന്തായിരുന്നു ഈ മണ്ണിന്റെ പ്രത്യേകത, എന്തായിരുന്നു ഈ മണ്ണിൽ ജനിച്ചു പറഞ്ഞ അനുഗ്രഹീത പിതാക്കന്മാർ സഭയെ പറ്റി കണ്ട ദർശനം, അവർ സഭയുടെ നനോമുഖമായ വികസനത്തിന് വേണ്ടി എന്താണ് ചെയ്തത് എന്നോർക്കുവാനൊക്കെ വേണം ഓർമ്മപ്പെടുത്തലിന്റെ അടയാളമായിട്ടാണ് പരിശുദ്ധ 3 പിതാക്കന്മാരുടെ കബറിടം ഈ പൗരാണികമായ ദേവാലയത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ മണ്ണിൽ നിന്ന് ഒരു പിതാവ് കാതോലിക്കേറ്റിന്റെ കാവൽ ഭടനായി മാറി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പല പദങ്ങളും ഉപയോഗിച്ച് അതിന് അർത്ഥം നഷ്ടപ്പെടാറുണ്ട്. ഒരുപക്ഷെ കാതോലിക്കേറ്റിന്റെ കാവൽ ഭടനായി പുത്തങ്കാവൽ കൊച്ചുതിരുമേനിയെ ഓരോ അണുവിനും നമ്മൾ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ എന്തായിരുന്നു ആ വലിയ ദർശനം, എന്തായിരുന്നു ആ ദർശനത്തിന്റെ പ്രത്യേകതയെന്ന് നാം തിരിച്ചറിയേണ്ടത് കാലഘട്ടത്തിന്റെ അത്യാവശ്യമാണ്. ഒട്ടും അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ, ഒരുപക്ഷെ പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ, ഒരുപക്ഷെ ദൈനംദിന ജീവിത ക്രമങ്ങൾ പോലും അതിന് പോലും നിവൃത്തിയില്ലായിരുന്ന കാലഘട്ടത്തിലാണ് ഈ പുത്തങ്കാവൽ കൊച്ചുതിരുമേനി ഉൾപ്പെടെയുള്ള സഭാപിതാക്കന്മാർ തദ്ദേശീയമായ സ്വാതന്ത്ര്യപൂർണമായ ഒരു കാതോലിക്കേറ്റിനെ പറ്റി സ്വപ്നം കണ്ടത്. അഭിന തിരുമേനിയുടെ നിയോഗപ്രകാരം ബഥേൽ അരമനപ്പള്ളിയിൽ 3 വർഷക്കാലം ശുശ്രൂഷ അനുഷ്ഠിക്കുമ്പോൾ അവിടെ തിരുമേനി പ്രത്യേകം ശ്രദ്ധ ആകർഷിച്ച് കൊച്ചു തിരുമേനിയുടെ ആംശവസ്ത്രങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ ഒരുപക്ഷെ എന്റെ ചങ്കിൽ ചില നെരിപ്പോടുകൾ അവശേഷിക്കാറുണ്ട്. എന്റെ അമഞ്ചിൽ അവശേഷിക്കുന്ന നെരിപ്പോടുകളെ കാരണം മറ്റൊന്നുമല്ല, ഇത്രയും കീറത്തുനിലുള്ള ഒരു കുപ്പായം ധരിച്ച് മെത്രാപ്പോലീത്ത ഈ സഭയ്ക്ക് ഉണ്ടായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എന്റെ മനസ്സിന്റെ നെരിപ്പോടിന്റെ ആഴവും ആക്കവും വർദ്ധിപ്പിക്കുന്നത്. അതാ പറയാൻ ശ്രമിച്ചത്. കാതോലിക്കേറ്റിനെ പറ്റിയുള്ള സ്വപ്നം ഒട്ടും അനുകൂലമല്ലാത്ത സാഹചര്യത്തിലല്ല ഈ പിതാക്കന്മാർ രൂപപ്പെടുത്തിയത്. വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഒത്താശയോടുകൂടി ഇവിടുത്തെ മുഴുവൻ ഭരണവും കൈയാറിയിരുന്ന ഒരു വലിയ ആയുധ ശക്തിയോട്, ഒരു വലിയ വൈദേശിക ശക്തിയോട് എതിരിട്ട് നിന്നുകൊണ്ട്
ഈ വൈദേശിക ശക്തികൾക്ക് ഒത്താശ പാടിക്കൊണ്ട് ഇവിടെ നിന്നിരുന്ന വലിയ വിഭാഗം ക്രൈസ്തവ വിഭാഗങ്ങളോട് ഏറ്റുമുട്ടിക്കൊണ്ട് ഈ സഭയുടെ തനതായ പൈതൃകവും വിശ്വാസവും കാത്തുപരിപാലിക്കുവാൻ ഒരു പിതാവിന് കഴിയുക, അതിന്റെ യഥാർത്ഥമായ വേദശാസ്ത്രങ്ങളെയും അതിന് യഥാർത്ഥമായ ചരിത്ര ബോധ്യങ്ങളെയും തിരിച്ചറിയുവാൻ കഴിയുക എന്നത് ഓർമ്മപ്പെടുത്തുമ്പോൾ, ഈ പിതാവിനെ പറ്റി ഓർക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് എത്തുന്നത് വിഖ്യാതനായ ഹെലൻ കെല്ലറിന്റെ വാക്കുകളാണ്. 2 കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഹെലൻ കെല്ലറിനോട് ലോകത്തിൽ ആ മഹിതയായ സ്ത്രീയെ ഇന്റർവ്യൂ ചെയ്ത ആള് ചോദിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്താ? ആ സ്ത്രീ പറയുന്ന മറുപടി ഉണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം മറ്റൊന്നുമല്ല, ഹാവിംഗ് സൈറ്റ് ആൻഡ് നോ ഇൻസൈറ്റ്. കാഴ്ചകൾ ഉണ്ടായിട്ടും ഉൾക്കാഴ്ചകളില്ലാതെ പോകുന്നതാണ് ലോകത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ദുരന്തമെന്ന് ഹെലൻ കെല്ലർ ലോകമനസാക്ഷിയോട് വിളിച്ചു പറയുമ്പോൾ, കാലത്തിന് മുമ്പേ സഞ്ചരിച്ച് ഉൾക്കാഴ്ചയുമായി ജീവിച്ച ഒരു പിതാവിന്റെ ഓർമ്മയിൽ നാം കടന്നു വരികയാണ്. ഇവിടെ കാതോലിക്കേറ്റ് എന്ന് പറയുമ്പോൾ അത് ഒട്ടും അനുകൂലമല്ലാത്തൊരു സാഹചര്യത്തിൽ ആണ് ഇവിടെ സംജാതമാകുകയും ജീവൻ തന്നെ നൽകി പടപൊരുതി നേടിയെടുത്ത ഒരു സ്വാതന്ത്ര്യബോധം നമ്മുടെ ജീവിതാനുഭവങ്ങൾ നാം തിരിച്ചറിയണം. അത് തിരിച്ചറിയുവാനുള്ള കണ്ണാടികളായിട്ടാണ്, ആ തിരിച്ചറിയുവാനുള്ള പ്രതിബിംബങ്ങളായിട്ടാണ് ഈ പരിശുദ്ധ പിതാക്കന്മാരുടെ ഓർമ്മകൾ ഇവിടെ അവശേഷിക്കുന്നത്. അതുകൊണ്ട് തദ്ദേശീയമായ ഒരു സഭയെപ്പറ്റി, സ്വാതന്ത്ര്യപൂർണമായ ഒരു സഭയെപ്പറ്റി, എന്റെ സഭയുടെ കാതോലിക്കേറ്റിന്റെ പ്രൗഢിയെ പറ്റി മറന്നുപോകാതെ ഓർത്തു വെക്കുവാൻ ഈ തീർത്ഥാടക സംഗമത്തിന് സാധിക്കണം. പുത്തങ്കാവിൽ കൊച്ചു തിരുമേനിയുടെ ഓർമ്മയുടെ വലിയ പ്രസക്തിയത, തന്റെ ജീവന്റെ അവസാന നാഴിക പോലും ബാക്കി വെച്ച, ഹൃദയത്തിന്റെ കടുത്ത വേദനയെ തീരെ അവഗണിച്ചുകൊണ്ട് അവസാന ജീവശ്വാസം പോലും താൻ വിഭാവനം ചെയ്യുക, താൻ മനസ്സിൽ ദർശനം കണ്ട ഈ വലിയ സഭയുടെ തദ്ദേശീയമായ പാരമ്പര്യത്തിലുള്ള ബോധ്യമാണ് ഞാനും നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത്. അതുകൊണ്ട് ഈ പിതാവിന്റെ ഓർമ്മ, ഈ പിതാവിന്റെ തീർത്ഥാടക സമൂഹം നമ്മെ ഓർമ്മിപ്പിക്കേണ്ടത് കാതോലിക്കേറ്റ് എന്ന സുന്ദരമായ പടപൊരുതി നേടിയ, പോരാടി നേടിയ, പ്രതികൂല ശക്തിയോട്, പ്രതിലോമ ശക്തികളോട്, പ്രലോഭന ശക്തികളോട് പോരാടി നേടിയ സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള മഹത്തായ ദർശനമാണ് എന്റെയും നിങ്ങളുടെയും ബോധ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. അതുകൊണ്ട് ആ വലിയ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നിൽക്കുവാൻ, പക്ഷെ കാലമേറെ മുന്നോട്ട് പോയപ്പോ എന്തായിത്തീർന്നാലും സഭാഭക്തി എന്നത് തന്നെ ഇന്ന് നമ്മുടെ സൗകര്യാർത്ഥം വ്യാഖ്യാനിക്കാനുള്ള എന്തോ ഒന്നായി നാം ഇന്ന് കാണുകയാണ്. ആർക്കും എവിടെയും വിധേയപ്പെടുന്ന ഒന്നായി നാം സഭാഭക്തിയെ കാണുമ്പോൾ ആരുടെയും മുമ്പിൽ നട്ടല് വിളയ്ക്കുവാൻ ഒരു നസ്രാണിക്ക് കഴിയില്ല, ഒരു വിശ്വാസിക്ക് കഴിയില്ല എന്ന് ആർജവത്വത്തോടെ പ്രഖ്യാപിച്ച ഒരു പിതാവിന്റെ ഓർമ്മയിലാണ് നാം കടന്നു പോകുന്നത്. ആരുടെയും മുമ്പിൽ ഒടേതമ്പരനായ ത്രിയേക റൂഹായാകുന്ന പരിശുദ്ധ ദൈവമാകുന്ന ഒടേതമ്പരാന്റെ മുമ്പിലല്ലാതെ മറ്റൊരിടത്തും എന്റെ നട്ടല് വളയില്ല എന്ന് ധീരോദാത്തം പ്രഖ്യാപിച്ച പുത്തങ്കാവിന്റെ പുത്രൻ, മലങ്കര സഭയുടെ വീരപുത്രൻ, മലങ്കര സഭയുടെ കാതോലിക്കേറ്റ് രത്നദീപം, പുണ്യശ്ലോകനായ പുത്തങ്കാവിൽ കൊച്ചു തിരുമേനിയുടെ ഓർമ്മയിലെത്തുമ്പോ നാം ഇന്ന് ജീവിക്കുന്നത് എന്തിനും ഏതിനും വേണ്ടി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്ന മാരകമായ അപകടകരങ്ങളായ ഡിപ്ലോമസിയുടെ കാലഘട്ടത്തിലാണ്. വളരെ നിശ്ചയദാർഢ്യത്തിൽ ഒരു കാര്യം പങ്കുവെക്കട്ടെ, സത്യത്തിന് വേണ്ടി നിലപാടെടുക്കുവാൻ കഴിയാതെ സത്യത്തിന് നേരെ മുഖം മറച്ചുകൊണ്ട് നാം കാണിക്കുന്ന ഡിപ്ലോമസി കുംഭസാരത്തിൽ ഏറ്റുപറയുന്ന മാരകപാപത്തിന് തുല്യമെന്ന തിരിച്ചറിവ് പുത്തങ്കാവിൽ കൊച്ചു തിരുമേനിയുടെ ഓർമ്മ നമ്മിലേക്ക് എത്തിക്കുകയാണ്. പക്ഷേ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വലിയ വിട്ടുവീഴ്ചകൾ നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ പുത്തങ്കാവ് തിരുമേനി എന്നെ നിങ്ങളെ വിസ്മയിപ്പിക്കും. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വലിയ വിട്ടുവീഴ്ചകൾ തയ്യാറാകുന്ന ഈ കാലഘട്ടത്തിൽ, അത് ഇന്ത്യൻ ജനാധിപത്യമായാലും ഇന്ത്യയിലെ എല്ലാ മൂല്യബോധങ്ങളായാലും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമ്പോൾ, പക്ഷെ അതിന്റെ ദർശനങ്ങൾക്ക് വേണ്ടി ആണവിടെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാൻ കഴിയാത്ത ഒരു പിതാവിന്റെ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ചിന്തകൻ എഴുതി വെച്ച ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ദുഃഖമായി അവശേഷിക്കും. അദ്ദേഹം പറഞ്ഞു, തിരിശേഷിപ്പുകളെ ഭക്തി പാരവശ്യത്തോടെ കണ്ടുവണങ്ങുന്ന വിശ്വാസി വിശുദ്ധന്റെ ജീവിതത്തെ ഒരു ഇഞ്ച് പോലും തൊടുവാൻ മടി കാണിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തൽ. അത് എന്റെയും നിങ്ങളുടെയും ഈ തീർത്ഥാടക സംഗമത്തിന്റെ നമ്പരമാണ്. തിരുശേഷിപ്പുകൾ വിശുദ്ധന്മാരുടെ ഭക്തി ഭാരവശത്തോടെ ചുംബിക്കുമ്പോഴും ഈ വിശുദ്ധന്മാർ തങ്ങളുടെ ജീവിതത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെ തൊടാൻ കഴിയാതെ പോകുന്ന കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ പുണ്യശ്ലോകനായ പുത്തങ്കാവിൽ കൊച്ചു തിരുമേനിയുടെ ജീവിതത്തിനും ദർശനത്തിനും പ്രസക്തി വർദ്ധിക്കുകയാണ്. സ്വാതന്ത്ര്യബോധത്തെ പറ്റിയുള്ള ബോധ്യങ്ങൾ, സ്വാതന്ത്ര്യബോധം എന്നുള്ളത് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ കൊച്ചു കുട്ടികളോട് ചോദിച്ചാൽ അവരുടെ സ്വാതന്ത്ര്യബോധം അവർ പോലും ഒന്നിനും വിധേയപ്പെടുവാൻ ആഗ്രഹിക്കാത്തവരാണ്.
ഒന്നും വിധേയപ്പെടാതെ ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ എക്കാലവും ആജീവനാന്തവും ഇവിടെ ഒരു സമൂഹത്തെ അടക്കി ഭരിക്കാമെന്ന വ്യാമോഹമായി അവരുടെ സ്വാതന്ത്ര്യബോധങ്ങളെ ഒരിക്കലും ആരും ഉൾക്കൊള്ളണ്ട എന്ന ബോധ്യത്തോടു കൂടി ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിന് ഈ സഭയുടെ തന്നെ പിതാക്കന്മാരെ സഭാ പരിവർത്തനത്തിന് വിധേയമാക്കി എന്ന ഗർവോട് വിരോധിക്കുമ്പോൾ ഈ സഭയുടെ വജ്രായുധമായിരുന്ന ഒരു മേൽപ്പട്ടക്കാരനെ അടർത്തിയെടുത്തിക്കൊണ്ട് പോകുമ്പോ ചരിത്രത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭ ഇല്ലാതെയാകുമെന്ന് പാഴ്ക്കിനാവുകൾ കണ്ടവർക്ക് മറുപടിയായി പുത്തങ്കാവിൽ നിന്ന് കിഴക്കത്തരക്ക് കുടുംബത്തിലെ 41ാമത്തെ വൈദിക പാരമ്പര്യം അവകാശപ്പെടുന്ന 33ാമത്തെ വയസ്സിൽ ഈ സഭയുടെ മേൽപ്പെട്ട സമൂഹത്തിലേക്ക് വെളിയുണ്ടായ 20 വർഷക്കാലം ഈ സഭയുടെ അനുഗ്രഹീത മേൽപ്പെട്ടക്കാരനായി വിരാജിച്ച എത്ര നാൾ ജീവിക്കുന്നതല്ല എങ്ങനെയാണ് ജീവിക്കുന്നത് പ്രധാനമെന്ന് ജീവിതം കൊണ്ട് പ്രഖ്യാപിച്ച ഒരു കർമ്മയോഗിയുടെ അനുഭവത്തിലേക്കാണ് ഞാൻ നിങ്ങളും ജീവിക്കുക. നാം ഇപ്പോ വളരെ കാലം ജീവിക്കുന്നതിനാണ് എന്റെയും നിങ്ങളുടെയും താല്പര്യം. പക്ഷെ പുത്തങ്കാവൽ കൊച്ചു തിരുമേനിയുടെ ജീവിത ദർശനങ്ങൾ ഓർമ്മപ്പെടുത്തൽ എത്ര കാലം ജീവിക്കുന്നു എന്നതല്ല, എങ്ങനെ ജീവിക്കുന്നു എന്നാണ്. തനിക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ നിമിഷങ്ങളും പാഴാക്കാതെ സഭയ്ക്ക് വേണ്ടി അക്ഷീണം യജ്ഞിക്കുവാൻ കഴിഞ്ഞ ഒരു വലിയ പിതാവിന്റെ ഓർമ്മയിലേക്ക് ഞാൻ നിങ്ങളും എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ നമുക്കൊന്നും ഇന്ന് സങ്കല്പിക്കുവാൻ പോലും കഴിയാത്ത വലിയ ദർശനങ്ങൾക്ക് ഉടമയായി പുത്തങ്കാവിൽ കൊച്ചു തിരുമേനി രൂപപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുഴുവൻ സംഭാവനകളെയും അക്കമിട്ട് നിരത്തുവാൻ ഈ വേദിയുടെ സമയവും എന്നെ അനുവദിക്കാത്തത് കൊണ്ട് അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. പക്ഷേ വളരെയേറെ കാര്യങ്ങൾ ഈ ജീവിതം ഹ്രസ്വമായിരുന്നുവെങ്കിലും തനിക്ക് ലഭിച്ചിരുന്ന പ്രവർത്തന കാലയളവ് ഹ്രസ്വമായിരുന്നുവെങ്കിലും തനിക്ക് ലഭിച്ചിരുന്ന ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടത് എന്ന ബോധ്യത്തോടുകൂടി സഭയുടെ ആത്മീയവും ഭൗതികവുമായ കെട്ടുപണിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ത്യാഗോജ്ജനായ ഒരു പിതാവ് പുത്തങ്കാവൽ കൊച്ചു തിരുമേനിക്ക് മാറ്റുരയ്ക്കുവാൻ സമകാലീനായി മറ്റൊരു പിതാവിനെ കൂട്ടിച്ചേർക്കുവാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ദർശനമായി കാണുന്നത് അക്ഷര രഹസ്യം ഉൾക്കൊണ്ടുകൊണ്ട് അമരന്മാരായി മാറുവാനുള്ള മഹത്തായ സന്ദേശം. ഇന്ന് വിദ്യാഭ്യാസത്തിന് ഒത്തിരി പുതിയ ദർശനങ്ങൾ പാഠശാലകളിലുണ്ട്. പക്ഷേ കൃത്യമായി തന്റെ രചനകളിൽ, കൃത്യമായി തന്റെ എഴുത്തുകളിൽ ഈ വലിയ രഹസ്യം ഈ മഹിതാചാര്യൻ എഴുതിയിട്ടു. അക്ഷര രഹസ്യം ഉൾക്കൊണ്ടുകൊണ്ട് അമരത്വം പ്രാപിക്കുന്ന വലിയ ബോധ്യം. അതുകൊണ്ട് പുത്തങ്കാവിലും പത്തനംതിട്ടയിലും അങ്ങനെ സഭയ്ക്ക് ആത്മീയ കലാക്ഷേത്രങ്ങളും ആത്മീയ കൂടാരങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന വിദ്യാഭ്യാസ ദർശനങ്ങളായിരുന്നില്ല. ഇന്ന് നമ്മൾ കാണുന്ന വിദ്യാഭ്യാസ ദർശനം മിടുക്കന്മാരെ മാത്രം പഠിപ്പിച്ച് മിടുക്ക് കാണിക്കുന്ന വിദ്യാഭ്യാസ ദർശനമാണ്. എനിക്കതിനോട് ഒരിക്കലും യോജിപ്പില്ലാത്തതുകൊണ്ട് ഈ വേദിയിൽ പരസ്യമായി പങ്കുവെക്കട്ടെ. മിടുക്കന്മാരെ തെരഞ്ഞുപിടിച്ച് മിടുക്കന്മാരെ സൃഷ്ടിക്കുന്ന ഒരു അക്ഷര ദൗത്യത്തിന്റെ ഭാഗത്ത് ഞാൻ നിങ്ങളും എത്തുമ്പോൾ ലഭിച്ചിരിക്കുന്ന ചില A+കളെ ഓർത്തുകൊണ്ട് ഞാൻ നിങ്ങൾ അഭിമാനം കൊള്ളുമ്പോൾ ജീവിതത്തിൽ എത്ര പ്ലസുകളെ സൃഷ്ടിക്കുവാൻ കഴിയും എന്ന ബോധ്യങ്ങൾ ഇവിടെ തമസ്കരിക്കപ്പെടുകയാണ്. മിടുക്കന്മാരെ കണ്ടുപിടിച്ചവരെ മിടുക്കന്മാരാക്കി മാറ്റുന്ന അക്ഷര ദൗത്യത്തിന്റെ ആത്മാവല്ല പുത്തങ്കാവൽ കൊച്ചു തിരുമേനി ഏറ്റെടുത്തത്. ഈ സഭയുടെ വളർച്ചയ്ക്കും ഈ സഭയുടെ വികാസത്തിനും ഈ സഭയുടെ ദർശനത്തിനും അനുകൂലമാകുന്ന ഒരു സമൂഹത്തിന്റെ സൃഷ്ടികർമ്മമാണ് പുത്തങ്കാവൽ കൊച്ചു തിരുമേനിയുടെ വിദ്യാഭ്യാസ ദർശനത്തിന് മാറ്റുരച്ചു നിൽക്കുന്നത്. പക്ഷെ ഇവിടെ പലപ്പോഴും മെറിറ്റ് എന്ന വലിയ ബോധ്യങ്ങൾക്ക് നടുവിൽ സഭയുടെ പൗരത്വം അവഗണിക്കപ്പെടുന്നതിൽ പുത്തങ്കാവൽ കൊച്ചു തിരുമേനിയുടെ ആത്മാവ് ദുഃഖിക്കുന്നുണ്ട് എന്നത് ഈ വേദിയെ സാക്ഷി നിർത്തി പരസ്യമായി സംസാരിപ്പിക്കാൻ തയ്യാറാവുകയാണ്. മലങ്കര സഭയുടെ അംഗത്വം മാറ്റി നിർത്തിക്കൊണ്ട് ഈ സഭയുടെ വികസനത്തിന് വേണ്ടി, ഈ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ഈ സഭയുടെ മക്കളുടെ ആധ്യാത്മിക പൈതൃകത്തിന് വേണ്ടി പടുത്തുയർത്തിയ കലാക്ഷേത്രങ്ങളിൽ, പടുത്തുയർത്തിയ സരസ്വതി ക്ഷേത്രങ്ങളിൽ സഭയുടെ അംഗത്വം മാറ്റി നിർത്തി, സഭാമക്കളുടെ അംഗത്വം മാറ്റി നിർത്തി മറ്റു പലതിനും മുൻതൂക്കം കൊടുത്ത് മിടുക്കന്മാരെ കണ്ടുപിടിച്ച് മിടുക്ക് കാണിക്കുന്ന വിദ്യാഭ്യാസ ദർശനമല്ല, വിദ്യാഭ്യാസ വിപ്ലവമല്ല പുത്തങ്കാവൽ കൊച്ചു തിരുമേനി കാലഘട്ടത്തിന് പരിചയപ്പെടുത്തിയത്. പുത്തങ്കാവൽ കൊച്ചു തിരുമേനി കാലഘട്ടത്തിൽ പരിചയപ്പെടുത്തിയത് എന്റെ സഭാമക്കൾക്ക് പഠിക്കുവാനും അവന്റെ മനസ്സിലേക്ക് വിദ്യയുടെ വെളിച്ചം എത്തുക ചെയ്യുമ്പോഴാണ് അവന്റെ മനസ്സിൽ കാതോലിക്കേറ്റിനെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന മനസ്സുകൾ സജ്ജമാകുന്നത്. തന്റെ സഭയുടെ സ്വാതന്ത്ര്യ ബോധത്തെ പറ്റി
തിരിച്ചറിയുവാൻ എന്റെ മക്കൾക്ക്, എന്റെ സഭയുടെ മക്കൾക്ക് കഴിയുമ്പോഴാണ് സ്വാതന്ത്ര്യബോധമുള്ള സഭയുടെ മക്കളായി അവർ തീരുന്നത്. ഇത് പുത്തൻകാവൽ കൊച്ചു തിരുമേനി മാത്രമല്ല, സ്വതന്ത്ര ഭാരതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. 1947 ഭാരതത്തിന്റെ സ്വതന്ത്ര ഭാരത ശില്പത്തിലേക്ക്, രൂപത്തിലേക്ക് നാം ആനയിക്കപ്പെടുമ്പോഴും ഇവിടുത്തെ മുഴുവൻ സാമൂഹ്യ പരിഷ്കർത്താക്കന്മാരും മുൻതൂക്കം കൊടുത്തത് വിദ്യാഭ്യാസത്തിനായിരുന്നു. എന്തിനാണ്? വിദ്യാഭ്യാസം മാത്രമേ ഒരു സാമൂഹ്യ പരിഷ്കരണത്തിലേക്ക്, ഒരു മാറ്റത്തിലേക്ക്, ഒരു സ്വാതന്ത്ര്യ ബോധത്തിലേക്ക് ഒരു തലമുറയെ കൈപിടിച്ച് ആനയിക്കുകയുള്ളൂ എന്ന മഹത്തായ ദർശനം. ആ ദർശനം തന്നെയാണ് പുത്തൻകാവൽ കൊച്ചു തിരുമേനി ഏറ്റെടുത്തത്. അതുകൊണ്ടാണ് കയ്യിൽ ഒരു മൺവെട്ടിയുമായി ഒരു ഒറ്റത്തോർ തുടുത്തുകൊണ്ട് പച്ചമണ്ണിൽ കിളയ്ക്കുവാൻ പുത്തൻകാവൽ കൊച്ചു തിരുമേനി തയ്യാറായത്. എന്റെ തലമുറയുടെ മുമ്പിൽ ദേശീയതയുടെ വികാരം ഉണ്ടാകണമെന്നും, എന്റെ തലമുറയുടെ മനസ്സിൽ സ്വാതന്ത്ര്യ ബോധത്തെ പറ്റിയുള്ള അഗമ്യമായ ആവേശം ഉണ്ടാകണമെന്നും, ആ സ്വാതന്ത്ര്യ ബോധത്തിന്റെ അഗമ്യമായ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് കാതോലിക്ക സിംഹാസനം നീളാൾ വാഴട്ടെ എന്ന് ഏറ്റുപാടുവാനും, ഈ സഭയുടെ മഞ്ഞ പതാക ഉയരുന്ന കൊടിമരങ്ങളിലല്ല നെഞ്ചിലേക്ക് അവർ ആവാഹിക്കണമെന്നും, നെഞ്ചിലേക്ക് ഈ സ്വാതന്ത്ര്യബോധം ആവാഹിച്ചുകൊണ്ട് ഈ സഭയുടെ തദ്ദേശീയ പോരാട്ടത്തിൽ പങ്കുചേരണമെന്ന ബോധ്യമാണ് പുത്തൻകാവൽ കൊച്ചു തിരുമേനിയുടെ വിദ്യാഭ്യാസ ദർശനത്തിന്റെ കാതലെന്ന് ബലഹീനനായ ഞാൻ തിരിച്ചറിയുന്നു. തിരുമേനി തന്നെ എഴുതിയ വാചകമാണ് പറഞ്ഞത്. അക്ഷര രഹസ്യം ഉൾക്കൊണ്ടുകൊണ്ട് അമരത്വം പ്രാപിക്കുന്ന ഒരു വലിയ വിദ്യാഭ്യാസ വിപ്ലവം പുത്തൻകാവൽ കൊച്ചു തിരുമേനിയുടെ ബോധ്യമുണ്ടായിരുന്നു. പക്ഷെ ആ വിദ്യാഭ്യാസ വിപ്ലവം വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം ഉണ്ടായിരുന്നതല്ല എന്ന് അടിവരാനാണ് ശ്രമിച്ചത്. ആ വിദ്യാഭ്യാസ വിപ്ലവത്തിലൂടെ പുത്തൻകാവൽ കൊച്ചു തിരുമേനി വിഭാവനം കണ്ടത്, ദർശനം കണ്ടത് ഈ സഭയുടെ കാതോലിക്കത്തിന്റെ സുധീരമായ നിലനിൽപ്പാണ്. ഈ സഭയുടെ സ്വാതന്ത്ര്യബോധത്തിന്റെ സുധീരമായ നിലനിൽപ്പാണ് സഭയുടെ വിദ്യാഭ്യാസ ദർശനത്തിലൂടെ പുത്തൻകാവൽ കൊച്ചു തിരുമേനി ദർശനം കണ്ടത്. രണ്ടാമതായി പുത്തൻകാവൽ കൊച്ചു തിരുമേനി മുന്നോട്ട് വെച്ച ഭരണ സംവിധാനത്തെ പറയുമ്പോൾ അധികാര വികേന്ദ്രണത്തെ പറ്റി വാചാലനായത് ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയാണ്. ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് ഗാന്ധിജി അധികാര വികേന്ദ്രണത്തെ പറ്റി ഏറെ വാചാലനായിട്ടുണ്ട്. അതിനിടെ ഇന്ന് ഏതാനും 10-15 വർഷങ്ങൾക്ക് മുമ്പിൽ ത്രിതല പഞ്ചായത്തുകൾ ആവിഷ്കരിച്ച വഴി അധികാര വികേന്ദ്രണം ഏറെ മഹത്തായ സംഭവമായി കൊട്ടിഘോഷിച്ചിട്ടുണ്ട്. എന്നാൽ അധികാര വികേന്ദ്രീകരണം ഈ സഭയിൽ ഫലവത്തായി നടത്തിയ പിതാവ് ആരെ എന്ന് ചോദിക്കുമ്പോൾ ചരിത്രത്തിൽ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ചരിത്രത്തിന്റെ ആ ഒറ്റ ഉത്തരം കാതോലിക്ക രത്നദൈവം പുണ്യശ്ലോകനായ പുത്തൻകാവൽ കൊച്ചു തിരുമേനി എന്ന് മാത്രമാണ്. പൗരാണികമായ, വിശാലമായ, വിസ്തൃതമായ തുമ്പമൺ ഭദ്രാസനത്തെ ഡിസ്ട്രിക്റ്റുകളായി തിരിക്കുവാനും, ഡിസ്ട്രിക്ട് ഭാരവാഹികളെ കണ്ടെത്തുവാനും, അവരുടെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുവാൻ, ബസ്സിൽ യാത്ര ചെയ്യുവാനും, അവരുടെ സമ്മേളനങ്ങൾ പങ്കെടുക്കുവാൻ ഒക്കെ വേണം ബസ്സിൽ യാത്ര ചെയ്ത് പങ്കെടുക്കുവാനും കഴിഞ്ഞ അധികാര വികേന്ദ്രീകരണത്തിന്റെ അജപാലനത്വമാണ് പുത്തൻകാവൽ കൊച്ചു തിരുമേനി ഈ കാലഘട്ടത്തിന് സംഭാവന ചെയ്യുന്നത്. അധികാര വികേന്ദ്രണത്തിന്റെ അജപാലനത്വം പുത്തൻകാവൽ കൊച്ചു തിരുമേനിയുടെ ശ്രേഷ്ഠവും ഈ കാലഘട്ടത്തെ തന്നെ വിസ്മയിക്കുന്ന, നമ്മെ തന്നെ വിസ്മയിക്കുന്ന പ്രധാനപ്പെട്ട ബോധ്യമാണ്. നമുക്ക് അധികാരത്തെ പറ്റിയുള്ള ദർശനം എന്താ? എല്ലാ അധികാരവും ഒന്നിച്ച് പോക്കറ്റിലിടുകയും ഒന്നും ചെയ്യാതെ ഉറങ്ങുകയും ചെയ്യുക എന്ന അധികാരത്തിലാണ് ഞാനും നിങ്ങളും എന്ന സ്വപ്നം കാണുന്നത്. മുഴുവനും എന്റെ പോക്കറ്റിലുണ്ട്, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന ബോധ്യത്തിൽ മുഴുവൻ അധികാരങ്ങളെയും പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുന്ന അധികാരത്തെ പറ്റി ദർശനം കാണുമ്പോൾ തനിക്ക് ലഭിച്ചിരിക്കുന്ന അധികാരങ്ങളെ കാര്യക്ഷമമായി ഫലപ്രദമായി പങ്കുവെക്കുവാനും, താൻ പങ്കുവെച്ച അധികാരങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കുന്നു എന്ന് സൂക്ഷ്മമായി പരിശോധിക്കുവാനും കഴിയുന്ന ഉന്നതനും ക്രാന്തദർശിയും ഉത്തമനുമായ ഒരു വലിയ പിതാവിന്റെ ഓർമ്മയിലാണ് ഞാനും നിങ്ങളും കടന്നു വരുന്നത്. മൂന്നാമതായി പുത്തൻകാവൽ കൊച്ചു തിരുമേനിയുടെ ജീവിതത്തിൽ തിരിച്ചറിയുന്ന വലിയ ബോധ്യം ഒരു വൈദിക സംഘം സെക്രട്ടറി എന്ന നിലയിൽ കൂടെ എന്നെ അത് വളരെ ആവേശഭരിതനാക്കുന്നുണ്ട്. സംതൃപ്തമായ ഒരു വൈദിക സമൂഹമാണ് ഫലപ്രദമായ അജപാല ശുശ്രൂഷയുടെ ആധാരമെന്ന് തിരിച്ചറിഞ്ഞ അനുഗ്രഹീതനായ കർമ്മയോഗി. നമുക്കറിയാം, ഇന്ന് പലപ്പോഴും ശമ്പള പദ്ധതികളെ പറ്റി വിലാപങ്ങൾ ഉയരുമ്പോൾ ഈ മലങ്കര സഭയിൽ ആദ്യമായി ഒരു ശമ്പള പദ്ധതിയെ പറ്റി ദർശനം കാണുവാനും, അത് നടപ്പാക്കുവാൻ ഇടവകളെ ബോധവൽക്കരിക്കുവാനും, അത് നടപ്പാക്കുവാൻ കഴിയാത്തവരെ തന്റെ ഉരുക്കു മുഷ്ടി ഉപയോഗിച്ച് നേരിടുവാനും തയ്യാറായ ഒരു പിതാവിന്റെ ഓർമ്മയിലാണ് ഞാൻ നിങ്ങളും കടന്നു വരുന്നത്. അദ്ദേഹം തിരിച്ചറിഞ്ഞു, ഈ വലിയ പിതാവ് തിരിച്ചറിഞ്ഞു, ഒരു സംതൃപ്തമായ വൈദിക സമൂഹത്തിന് മാത്രമാണ്
മലങ്കര സഭയുടെ കെട്ടുപണി നിർവഹിപ്പാൻ തക്കവണ്ണം കഴിയുന്നത്. അല്ലാതെ ഒരു ചൂരലിന്റെ മുമ്പിൽ കൊണ്ടു നടക്കുന്ന വൈദിക സമൂഹത്തെ അധിക നാൾ കൊണ്ടു നടക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ പുത്തങ്കാവൽ കൊച്ചു തിരുമേനി അതുകൊണ്ട് ഒരേ സമയം അദ്ദേഹം വൈദിക സമൂഹത്തെ ശിക്ഷിക്കുകയും അതേസമയം വൈദിക സമൂഹത്തെ സേവിക്കുകയും ചെയ്തു. ആ ചരിത്രത്തിന്റെ ഏടുകളിലുണ്ട്. ഒരേ സമയത്ത് 14 ഇടവകളുടെ വികാരി സ്ഥാനം വഹിച്ചിരുന്ന വലിയ ശ്രേഷ്ഠനായ വൈദികൻ തന്നെ ആരും മാറ്റുവാൻ കഴിയില്ല എന്ന് എല്ലാവരോടും സംസാരിച്ചപ്പോൾ മിനിറ്റുകൾ വെച്ച് അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് അധികാരം എന്തെന്ന് തെളിയിച്ചു കൊടുക്കുകയും അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയിൽ അദ്ദേഹത്തെ കണ്ട് സ്വാധീനിച്ച് അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം മാറ്റിവെക്കുകയും ചെയ്യുമ്പോൾ അധികാരത്തിന്റെ വിസ്മയമാണ് പുത്തങ്കാവൽ കൊച്ചു തിരുമേനി സൃഷ്ടിച്ചെടുക്കുന്നത്. കാരണം സംതൃപ്തരായ ഒരു വൈദിക സമൂഹത്തിന്റെ ബോധ്യം അത് അന്ന് മാത്രമല്ല ഇന്നും മലങ്കര സഭയുടെ അനിവാര്യമായ ആവശ്യകതയാണ് എന്ന് ഈ വലിയ പെരുന്നാൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാലാമതായി പുത്തങ്കാവൽ കൊച്ചുതിരിയെ പറ്റി ഓർക്കുമ്പോ ആത്മീയ സംഘടനകളെ പറ്റി തിരുമേനി വിശേഷിപ്പിക്കുന്നത് ഇടവകയുടെ രക്തധമനികൾ എന്നാണ്. പരിശുദ്ധ സഭയുടെ രക്തധമനികളായി ആത്മീയ സംഘടനകളെ കണ്ടുമുട്ടിയ ഒരു പിതാവ്. ഇത് രക്തധമനികളാണെങ്കിൽ ഒരു കുഴപ്പമുണ്ട്. രക്തധമനികളിലാണ് ബ്ലോക്കുകൾ ഉണ്ടാകാം. ഈ രക്തധമനികളിൽ രക്തത്തിന്റെ ചൂടോട്ടമില്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടാകും. ഈ രക്തധമനികളിൽ കൊഴുപ്പിന്റെ ആവശ്യം കൂടിയാലും ബ്ലോക്ക് ഉണ്ടാവും. അതുകൊണ്ട് ആധ്യാത്മിക സംഘടനകളിൽ കൊഴുപ്പുകൾ അവസാനിക്കേണ്ടതുണ്ട്. ആത്മീയ സംഘടനാ ബോധങ്ങളിൽ നോട്ടീസിന്റെ കൊഴുപ്പുകളും ആശംസാ പ്രസംഗങ്ങളുടെ എണ്ണവും സംഘാടക വലുപ്പവും വർദ്ധിക്കുകയും കൊഴുപ്പുകൾ വർദ്ധിക്കുകയും അതിന്റെ രക്തയോട്ടം നിലയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യത്തെ മുന്നമേ കണ്ടുകൊണ്ടാവാം പുത്തങ്കാവൽ കൊച്ചുതിരുമേനി പറഞ്ഞു വെച്ചത് ഇത് സഭയുടെ രക്തധമനികളാണ്. ഈ രക്തധമനികളുടെ ചോരയുടെ നിലയ്ക്കാത്ത ഓട്ടം ഉണ്ടാകണം. എങ്കിലും തടസ്സമുണ്ടാകാത്ത, ഒന്നും തടസ്സപ്പെടുത്താത്ത ചടുലമായ സജീവമായ ഒരു ഒഴുക്കിന്റെ വലിയ സഭയെ പറ്റിയാണ് തിരുമേനി കണ്ടത്. അത് ദർശനം കാണാൻ എളുപ്പമാണ്. ദർശനം പ്രാവർത്തികമാക്കുന്നവനാണ് കർമ്മയോഗി. ദർശനം കാണുന്നവൻ ദർശനക്കാരനും കർമ്മം ചെയ്യുന്നവൻ കർമ്മയോഗിയുമെങ്കിൽ ഒരേ സമയത്ത് പുത്തങ്കാവൽ കൊച്ചു തിരുമേനി ദർശനക്കാരനും കർമ്മയോഗിയുമായിരുന്നു എന്ന് രേഖപ്പെടുത്തുകയാണ്. താൻ കണ്ടെടുത്ത ഓരോ കർമ്മങ്ങളെ പൂർത്തീകരിക്കുവാൻ തന്റെ ആരോഗ്യം പോലും അവഗണിച്ചുകൊണ്ട് സഞ്ചരിച്ച ഒരു പിതാവിന്റെ ഓർമ്മയിൽ നാം എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് കാലത്തെ വിസ്മയിച്ച ഒരു പിതാവാണ്. കാലഘട്ടത്തെ വിസ്മയിപ്പിച്ച ഒരു പിതാവാണ്. ഈ നല്ല പ്രായത്തിൽ തിരുമേനി മാറ്റപ്പെട്ടതിനെ പറ്റി എന്റെ ഒരു നിരീക്ഷണം, ഇവിടുത്തെ ഇതര സഭകൾ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കാണും, ഇതിയാനെ ഒന്ന് എടുക്കണമേ എന്ന് തീർച്ചയായും പ്രാർത്ഥിച്ചു കാണുമെന്നാണ് എന്റെ ഒരു ബോധ്യം. അത്രമാത്രം പിടിച്ചാ കെട്ടാത്ത അശ്വമേധമാണ്, ആരാലും തടുക്കുവാൻ കഴിയാത്ത തേരോട്ടമാണ് പുത്തങ്കാവൽ കൊച്ചു തിരുമേനി ചരിത്രത്തിൽ നിർവഹിച്ചത്. അത്രമാത്രം ഉന്നതമായ, നമുക്കറിയാം ആ വലിയ പിതാവിന്റെ വൈദിക വിദ്യാഭ്യാസം സറാമൂർ സർവകലാശാല നിർവഹിക്കപ്പെട്ടത്. സറാമൂർ സർവകലാശാല പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിന്റെ ആധിക്യം എന്ന പരാതി അന്നും ഇന്നും ഉണ്ട് എന്ന നഗ്നമായ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരു പ്രൊട്ടസ്റ്റന്റ് സ്വാധീനമുള്ള ഒരു പ്രൊട്ടസ്റ്റന്റ് കലാശാല വൈദിക വിദ്യാഭ്യാസം ആർജിച്ചെടുത്ത പുത്തങ്കാവൽ തിരുമേനി ഈ സഭയുടെ കാതോലിക്കറ്റിനെ, ഈ സഭയുടെ കൂദാശയെ, ഈ സഭയുടെ വേദപുസ്തക അധിഷ്ഠിതമായ വിശ്വാസത്തെ നിർവചിക്കുമ്പോൾ വിശ്വാസം എന്നത് പാഠശാലകളുടെ സൃഷ്ടികർമ്മമല്ല. വിശ്വാസം എന്നത് ആത്മാർത്ഥമായ അന്വേഷണത്തിന്റെ ഉത്തരമാണ് എന്നാണ് പുത്തങ്കാവൽ കൊച്ചു തിരുമേനി പറഞ്ഞു നൽകുക. ആത്മാർത്ഥമായ അന്വേഷണങ്ങളുടെ ഉത്തരമാണ് എന്ന ബോധ്യത്തോടുകൂടി പുത്തങ്കാവൽ കൊച്ചു ഇന്ന് 10 മിനിറ്റ് പ്രസംഗിക്കാൻ ഞാൻ നിന്നുവെങ്കിലും അല്പം ആവേശം കൂടിക്കൊണ്ട് മുന്നോട്ട് പോയി. കാരണം 10 മിനിറ്റ് തന്നെ നിങ്ങളെ പിടിച്ചു നിർത്തുക ബുദ്ധിമുട്ടാണ്. അപ്പൊ പുത്തങ്കാവൽ കൊച്ചു തിരുമേനി ഇന്നുണ്ടായിരുന്നെങ്കിൽ 2.5 മണിക്കൂർ നിങ്ങളെ വിസ്മയഭരിതരായി ഇവിടെ കൊണ്ടു നടന്നേനെ. അതാണ് ഈ ആത്മാർത്ഥതയിൽ നിന്ന് വാക്കുകൾ വരുമ്പോൾ മാത്രമാണ് അതിന് ഇന്ദ്രജാലങ്ങളെ സൃഷ്ടിക്കുവാൻ കഴിയുന്നത്. തിരുമേനിയുടെ പ്രസംഗത്തിന്റെ വിജയരഹസ്യത്തെ പറ്റി പല അന്വേഷണങ്ങളും നടക്കുന്ന കാലഘട്ടമാണ്. ആ അന്വേഷണങ്ങൾക്ക് എന്റെ ബലഹീനമായ ഉത്തരം മറ്റൊന്നുമേ ഉള്ളൂ. ആത്മാർത്ഥതയുടെ ഭാഷയിൽ നിന്ന് ഉരുത്തിരിയുന്ന വാക്കുകൾക്ക് മാത്രമേ ഇന്ദ്രജാലങ്ങളെ സൃഷ്ടിക്കുവാൻ കഴിയൂ. ബാക്കിയൊക്കെ കയ്യടിയോ കോപ്രായമോ ചില ഭാവചേഷ്ടകളുമായി ഒടുങ്ങുമെന്നത് നഗ്നമായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്റെ ആത്മാർത്ഥതയിൽ നിന്ന് ഈ സഭയുടെ വലിയ ബോധ്യങ്ങളെ, കാതോലിക്കറ്റിന്റെ ബോധ്യങ്ങളെ ഈ സഭയിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞ ഒരു വലിയ പിതാവ്. ആ പിതാവിന്റെ ഓർമ്മ നമ്മുടെ
നമ്മുടെ സ്ഥിരകളെ ത്രസിപ്പിക്കണം, നമ്മുടെ ചിന്തകളെ ഉദ്ദീപിപ്പിക്കണം, നമ്മുടെ അനുഭവങ്ങളെ ഉദ്ദീപിപ്പിക്കണം. എന്താണ് പുത്തങ്കാവ് കൊച്ചുതിരുമേനി പറഞ്ഞു തരും? എന്താണ് ശിഷ്യനായിരിക്കുക എന്ന് പറഞ്ഞാൽ? നമ്മുടെ ധാരണ ശിഷ്യനാകുക എന്നാൽ അയക്കപ്പെടുക എന്നതാണ്. പക്ഷെ പുത്തങ്കാവൽ കൊച്ചുതിരുമേനിയുടെ ജീവിതം തിരുത്തുന്നു. ശിഷ്യനാകുക എന്ന് പറഞ്ഞാൽ അയക്കപ്പെടുക എന്നത് മാത്രമല്ല, ആഴപ്പെടുക എന്നതോട് ഉത്തരമുണ്ടതിന് മറന്നു പോകണ്ട. ശിഷ്യനാകുക എന്നതിന് എവിടെങ്കിലും ട്രാൻസ്ഫർ കൽപ്പനയുമായി അയക്കപ്പെടുക എന്നത് മാത്രമല്ല അർത്ഥം, ആഴപ്പെടുക എന്നർത്ഥം കൂടെയുണ്ട്. അത് ഈ സഭയുടെ വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ, ഈ സഭയുടെ ചരിത്ര ബോധ്യങ്ങൾ ആഴപ്പെടുവാൻ, ഈ സഭയുടെ ഉന്നതമായ ബോധ്യങ്ങളെ ആഴപ്പെടുത്തുവാനുള്ള വലിയ ബോധ്യമാണ് ശിഷ്യത്വമെന്ന്. അതുകൊണ്ടാണല്ലോ പൊതിക്കെട്ടുകളുമായി ബഥേലിലും അദ്ദേഹം സ്ഥാപിച്ച പല ഇടങ്ങളിലും കയറിയിറങ്ങിയ പ്രലോഭനത്തിന്റെ പിതാക്കന്മാർ ചരിത്രത്തിലുണ്ടായിരുന്നു. നാളകളിൽ എന്തു ചെയ്യണമെന്ന് അറിയാതെ വീർപ്പുമുട്ടിയ പുത്തങ്കാവൽ കൊച്ചുതിരിയുടെ മുമ്പിലേക്ക് നോട്ട് കെട്ടുകളുമായി കയറിയിറങ്ങിയ ആളുകൾ ഉണ്ടായിരുന്നു, ദൂതന്മാരുണ്ടായിരുന്നു. കീറക്കുപ്പായം ധരിച്ച് ഒരു കാറ് പോലുമില്ലാതെ ലൈൻ വണ്ടിയിൽ തൂങ്ങിയാടി നടന്ന മെത്രാപ്പോലത്തെ പ്രലോഭിപ്പിക്കുവാൻ നോട്ട് കെട്ടുകളുമായി സഞ്ചരിച്ച ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവിടെ പുത്തങ്കാവൽ കൊച്ചുതിരിമേനി വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ശിഷ്യൻ എന്ന് പറഞ്ഞാൽ അയക്കപ്പെടുന്നത് മാത്രമല്ല, ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ആഴപ്പെടുന്നത് കൂടിയാണ്. ഈ ആഴപ്പെടലിന്റെ ബോധ്യങ്ങളെ, ഈ ആഴപ്പെടലിന്റെ ദൗത്യങ്ങളെ ജീവിതത്തിൽ ഏറ്റെടുത്തിട്ട് കാതോലിക്കേറ്റിന്റെ കാവൽഭടന്മാരായി മാറുമ്പോഴാണ് കാതോലിക്കേറ്റ് രത്ന ദീപം എന്ന പദത്തിന് അർത്ഥമുണ്ടാകുക. രത്നം, ദീപം എന്നത് വെളിച്ചത്തിന്റെ സംസ്കാരമാണ്. കാതോലിക്കേറ്റിന്റെ രത്നദീപം എന്ന് പുത്തങ്കാവൽ കൊച്ചുതിരുമേനി വിശേഷിപ്പിക്കുമ്പോൾ തിരുമേനിയിൽ നിന്ന് പുറപ്പെടുന്ന പ്രഭ എന്താണ്, ദീപം എന്താണ്, അതോടെ പങ്കുവെച്ച് ഞാൻ ഈ അനുസ്മരണ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കാം. എന്താകും ഈ രത്നത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്രഭ? ഈ രത്നത്തിൽ നിന്ന് പുറപ്പെടുന്ന ദീപത്തിന്റെ പ്രത്യേകത എന്താ? ദീപങ്ങൾ നമുക്കൊന്നും പരിചിതമല്ലാത്ത കാഴ്ചയല്ലേ? ഇവിടെ ഇതാ തെരുവിളക്കുകൾ കത്തുന്നുണ്ട്, ട്യൂബ്ലൈറ്റുകൾ കത്തുന്നുണ്ട്. നമ്മുടെ കുട്ടികളിൽ നാം മെഴുകുതിരി കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ഓഫ് ആകുമ്പോൾ എമർജൻസി ലാഭം കത്തിച്ചു കൊടുത്ത് ദീപം തെളിയിക്കാറുണ്ട്. പക്ഷെ ഈ ദീപങ്ങളുടെയൊക്കെ അവസാനം എന്താ? നിന്റെ കുട്ടിയുടെ കയ്യിൽ കത്തിച്ചു കൊടുത്ത് എമർജൻസി ലാഭിന്റെ ചാർജ് തീരുമ്പോൾ ഓഫായി പോകും. നിന്റെ കുട്ടിയുടെ കയ്യിൽ കൊടുത്ത മെഴുകുതിരി നാളത്തിന്റെ ഒരു പൊടിക്കാറ്റ് വീശിയാൽ അത് കെട്ടുപോകും. പിന്നെ ആ ദീപവും കാതോലിക്കേറ്റ് രത്നദീപവും നമ്മുടെ വ്യത്യാസം എന്താ? കാതോലിക്കേറ്റ് രത്നദീപത്തിന്റെ പ്രത്യേകത, ആ പ്രഭ കൊളുത്തി വെച്ചിരിക്കുന്നത് കരങ്ങളിലല്ല, ആ പ്രഭ കൊളുത്തി വെക്കുന്നത് ഹൃദയങ്ങളിലാണ്. ഹൃദയങ്ങളിൽ ഒരു തിരുനാളും കാത്തു സൂക്ഷിച്ചാൽ കൊടുങ്കാറ്റുകൾ പെയ്തിറങ്ങിയാലും, പേമാരികൾ പെയ്തിറങ്ങിയാലും, കാലവർഷം ഇടിവെറ്റി പെയ്താലും ഈ പ്രഭ നഷ്ടപ്പെട്ടു പോകില്ല. അതുകൊണ്ട് കാതോലിക്കേറ്റിന്റെ രത്നദീപം നമ്മോട് ആവശ്യപ്പെടുന്നത് ഒരു തിരുനാളം നിനക്കായി, നിന്റെ തലമുറയ്ക്കായി ഹൃദയങ്ങളിൽ കൊളുത്തി വെച്ചിട്ട് അചഞ്ചലമായ ബോധ്യത്തോടെ, ഉത്തമമായ ബോധ്യത്തോടെ, സ്വാതന്ത്ര്യ ബോധത്തിന്റെ തനിമയും പൗരാണികതയും ഏറ്റുവാങ്ങിക്കൊണ്ട് കാതോലിക്കേറ്റ് സിംഹാസനം നീണാളമാകട്ടെ എന്ന് പ്രഖ്യാപിക്കാനുള്ള വലിയ ബോധ്യം അതുതന്നെയാണ് ആ പിതാവിന്റെ ദീപ്തമായ ഓർമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിക്കാനുള്ള വലിയ കാണിക്കയും നേർച്ചയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പിതാക്കന്മാരുടെ ജീവിതം നമ്മെ വിസ്മയിപ്പിക്കട്ടെ, അമ്പരപ്പിക്കട്ടെ, ഹൃദയത്തിൽ ഒരു തിരുനാളം കൊളുത്തിയെടുക്കുവാൻ ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് ഈ വേദി എനിക്കായി ക്രമീകരിച്ചു തന്ന ഇടവികാരി രാജൻ മറീസത്തിനോടും അസിസ്റ്റന്റ് വികാരി ജാക്സൺ അച്ഛനോടും എല്ലാം പ്രിയപ്പെട്ടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഭാഗ്യ സ്മരണാർഹരായ 6-ാം മാർത്തോമയുടെയും 8-ാം മാർത്തോമയുടെയും കാതോലിക്കേറ്റ് രക്തദീപം പുത്തങ്കാവൽ കൊച്ചുതിരുമേനിയുടെയും മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് ഈ അനുസ്മരണ പ്രഭാഷണം നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കും.